ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴേ ബിരിയാണി കഴിക്കാനൊരു പൂതി. അപ്പോൾ ഒന്നും നോക്കിയില്ല, ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും ഉപ്പും പിന്നെ പൊടിക്കാത്ത മസാലകളില്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴുകി അരിയും കൂടി അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്നിട്ട് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അടുക്കളയായതുകൊണ്ട് തന്നെ അവൻ കളിക്കാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഞങ്ങൾ അതിൻ്റെ കൂടി. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കാം. നമുക്ക് കിസ്മസ് മുന്തിരിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഈ രണ്ടും ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് സവാളയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചട്ടി തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ചിക്കൻ നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് പൊടികളായ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാവേ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കണത് ചിക്കനാണ് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് ഇതെല്ലാം പിടിക്കാൻ വേണ്ടത്ര വെള്ളം കൂടി നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഗ്രേവിയായിട്ട് കുറച്ച് നമുക്ക് വേണം കേട്ടോ. റൈസ് ഇതിൽ തന്നെ ഇട്ടാണ് കേട്ടോ നമ്മൾ ദം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട്, ബിരിയാണി ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആയിക്കൊണ്ടിരിക്കണേണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചാൽ റൈസ് ഇട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് കുറച്ച് റൈസ് ഇടാം. അതിൻ്റെ പൊക്കത്ത് കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഡാൽഡയും കൂടി ഇട്ട് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിൽ കലക്കിയിട്ട് വയ്ക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ദം ചെയ്യാൻ വെച്ചു കേട്ടോ. അതിന് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദമ്മ് പൊട്ടിച്ച് ബിരിയാണി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.